നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എ. നിലമ്പൂരിൽ നടത്തിയ വിശദീകരണ യോഗത്തിലെ ജനപങ്കാളിത്തം ഇടതുപക്ഷത്തെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്ന് എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ഇത്തരമൊരു പ്രശ്നത്തിൽ യോഗം വിളിച്ചാൽ കാര്യങ്ങൾ കേൾക്കാൻ ജനങ്ങൾ വരും. അത് CPM-ന് എതിരാണെങ്കിൽ കൂടുതൽ ആളുകൾ വരും. അത് താൽക്കാലികം മാത്രമാണെന്നും ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻവർ വൈരുദ്ധ്യ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇത് CPM വിരുദ്ധ നിലപാടായതുകൊണ്ട് കൂടുതൽ പ്രചാരണം ലഭിക്കും. ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് പാർട്ടി ഭരണത്തിൽ ഏറിയത്. CPI പറയുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത് എന്ന നിലപാട് തനിക്കില്ല എന്നും രാമകൃഷ്ണൻ പറഞ്ഞു. CPI ഒരു പാർട്ടിയല്ലേ, അവർ നിലപാട് പറയും. ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അൻവറുമായി പാർട്ടി ഇടഞ്ഞിട്ടില്ല. അൻവറാണ് പാർട്ടിയുമായി ഇടഞ്ഞത്. പാർട്ടിയെ അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പ്രസ്താവന നടത്താറില്ല. എന്നാൽ അൻവർ അതിരൂക്ഷമായി CPM-നെയും മുഖ്യമന്ത്രിയെയും ആക്രമിച്ചു. അതിനാലാണ് CPM-വുമായി അൻവറിന് ബന്ധമില്ല എന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാത്ത നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റേത്. CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിളിച്ചാലും പോവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. മുഖ്യമന്ത്രി ബാപ്പയെ പോലെയാണെന്ന് നേരത്തെ അൻവർ പറഞ്ഞിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച മാധ്യമപ്രവർത്തകരോട് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആരെങ്കിലും ബാപ്പയെ കുത്തിക്കൊല്ലുമോ എന്നായിരുന്നു ടി.പി. രാമകൃഷ്ണന്റെ ചോദ്യം. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ പി.വി. അൻവറിനെതിരെ കേസെടുത്തത് അദ്ദേഹം നിയമവിരുദ്ധമായ കാര്യം ചെയ്തതിനാലാണ്. അതും സ്വമേധയാ എടുത്ത കേസല്ല, ഒരു വ്യക്തി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പി.വി. അൻവറിന് പിന്തുണയുമായി CPM-ന്റെ പാലമേൽ ആലപ്പുഴ ബ്രാഞ്ച് സമ്മേളനം നടന്നു. അൻവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്ന് പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇന്നലെ നടന്ന CPM ആലപ്പുഴ പാലമേൽ ടൗൺ ബ്രാഞ്ച് സമ്മേളനമാണ് അൻവറിനെ പിന്തുണച്ചത്. മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും തിരുത്താൻ ഒരു പി.വി. അൻവർ ഉണ്ടാകേണ്ടി വന്നത് വലിയ ഗതികേടാണെന്നും അൻവറാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരായ P. പ്രസാദ്, സജി ചെറിയാൻ എന്നിവർക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രിക്കും CPM-നും അനഭിമതനായതോടെ പി.വി. അൻവർ MLA-ക്കെതിരെ നടപടികൾ സർക്കാർ ശക്തമാക്കിയിരുന്നു. കക്കാടാമ്പൊയിൽ പി.വി. അൻവറിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന PVR നാച്ചുറൽ പാർക്കിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിക്കാൻ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് നടപടി തുടങ്ങി. നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ റീടെൻഡർ ക്ഷണിക്കാനും CPM-ന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. നദീ സംരക്ഷണ സമിതിയുടെ 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അൻവറിൻ്റെ പാർക്കിലെ 4 തടയണകൾ പൊളിക്കാൻ ജനുവരി 31-നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ പഞ്ചായത്ത് ഏറെ നാൾ നടപടിയെടുക്കാതിരുന്നതോടെ നദീ സംരക്ഷണ സമിതി വീണ്ടും കോടതിയെ സമീപിച്ച് നിയമയുദ്ധം നടത്തിയതിനു ശേഷമാണ് തടയണകൾ പൊളിച്ചു മാറ്റിയത്. എന്നാൽ തടയണകൾ മാറ്റിയതിനൊപ്പം സമീപത്തെ കാട്ടരുവിയും ഉടമകൾ മണ്ണിട്ട് മൂടുകയും കിണറും കോൺക്രീറ്റ് ഓവുചാലും നിർമ്മിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് വീണ്ടും നദീ സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി ജില്ലാ കളക്ടറോട് നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് 1 മാസത്തിനുള്ളിൽ നിർമ്മാണങ്ങൾ പൊളിക്കാൻ ജില്ലാ കളക്ടർ ജൂലൈ 25-ന് ഉത്തരവിട്ടു. എന്നാൽ ഈ ഉത്തരവും ഉടമകൾ അനുസരിച്ചില്ല. ഉടമകൾ നിർമ്മാണങ്ങൾ പൊളിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിനുള്ള നടപടിയെടുക്കാമെന്നും ചെലവ് വരുന്ന തുക ഉടമകളിൽ നിന്ന് ഈടാക്കണമെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ടായിരുന്നു. ഇതുപ്രകാരം നിർമ്മാണം പൊളിക്കാൻ സെപ്റ്റംബറിൽ പഞ്ചായത്ത് ടെൻഡർ വിളിച്ചെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല.